ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിച്ച് 3 മാസമാകുമ്പോൾ വീണ്ടും മറ്റൊരു യുദ്ധമെന്ന ആശങ്ക കടുക്കുകയാണ്. ഇസ്രയേൽ ലെബനൻ സംഘർഷം ശക്തമായതോടെ മേഖലയിൽ വീണ്ടും അശാന്തി പടരുകയാണ്. അടിച്ചും തിരിച്ചടിച്ചും പോരാട്ടം കടുക്കുന്നതിനിടെ ഒക്ടോബർ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനായ ഹമാസ് ഇന്റലിജൻസ് മേധാവിയെ ഇസ്രയേൽ പകവരുത്തി. ഇസ്രയേൽ ലെബനൻ സംഘർഷം രൂക്ഷമാവുകയാണ്. 1 വർഷം നീണ്ടുനിന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിച്ച് 3 മാസം മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു യുദ്ധമെന്ന ആശങ്ക ഉയരുന്നത്. യുദ്ധത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം രംഗത്തെത്തുകയും ചെയ്തു. ലെബനൻ തൊടുത്ത റോക്കറ്റുകളെ തടഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രതികരിക്കുകയുണ്ടായി. പിന്നാലെയായിരുന്നു തെക്കൻ ലെബനനിലെ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഗാസയിൽ സംഘർഷം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലെബനനുമായും യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുന്നത്. തെക്കൻ ലെബനനിലെ 2 പട്ടണങ്ങളിൽ ഇസ്രയേൽ പീരങ്കി ആക്രമണം നടത്തിയതായും അതിർത്തിയോട് ചേർന്നുള്ള മറ്റ് 3 പട്ടണങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായും ലെബനൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചു. 14 മാസം നീണ്ടുനിന്ന ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് നവംബറിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ലെബനനിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. അതിർത്തിക്കപ്പുറം ലെബനീസ് മേഖലയിൽ നിന്നും റോക്കറ്റ് ആക്രമണം നടത്തിയതിനുള്ള പ്രത്യാക്രമണമാണ് ഇതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡ് സെന്ററും 1 ഡസനിലധികം പോസ്റ്റുകളും ആക്രമിക്കപ്പെട്ടു. 1 വർഷത്തിലധികം നീണ്ട സംഘർഷത്തിനു ശേഷം ഇസ്രയേലും ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. റോക്കറ്റ് ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഒസാമ തബാഷിനെ ഇസ്രയേൽ സേന വധിച്ചു. ഹമാസ് ഗ്രൂപ്പിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് ഒസാമ തബാഷ്. യുദ്ധസമയത്ത് തബാഷിന്റെ യൂണിറ്റ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുകയും ഗാസയിലെ ഇസ്രയേലി സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുകയും സേനയ്ക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തുവെന്ന് IDF കുറിപ്പിൽ പറയുന്നു. ഒസാമ തബാഷിന്റെ കൊലപാതകം ഹമാസിന് കനത്ത തിരിച്ചടിയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്തതിലും ഏകോപിപ്പിക്കുന്നതിലും തബാഷ് നിർണായക പങ്ക് വഹിച്ചതായും IDF വക്താവ് അവകാശപ്പെട്ടു. ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രയേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും തബാഷിന്റെ കൊലപാതകം വലിയ തിരിച്ചടിയാണെന്നും IDF കൂട്ടിച്ചേർത്തു. തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസ് നഗരത്തിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിയിലും ഭാര്യയും കൊല്ലപ്പെട്ടു. ഭാര്യയോടൊപ്പം സുരക്ഷാ സങ്കേതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഹമാസ് പ്രസ്താവനയും പുറത്തുവിട്ടു. മുതിർന്ന ഹമാസ് നേതാവായ സലാഹ് അൽ ബർദാവിലിനെ 1993 ഇസ്രയേൽ തടവിലാക്കിയിരുന്നു. 2006 പലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് ബർദാവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് 2021 ഗാസയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും ബർദാവിൽ അംഗമായിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിന് തുടക്കമിട്ട 25 മാത്രം ഗാസയിൽ 400 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. Hamas is responsible for this war. It invaded our towns, murdered our people, raped our women, and kidnapped our loved ones. Hamas refused offer after offer to release our hostages. In the past 2 weeks, Israel did not initiate any military action in the hope that Hamas would change course. Well, that didn't happen. While Israel accepted the offer of President Trump's special envoy, Steve Witkoff, Hamas flatly refused to do so. And this is why I authorized yesterday the renewal of military action against Hamas. തുടർന്ന് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സേന വ്യോമാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ.